മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നിരവധി യുവതികളെ സംഘം കെണിയിൽപ്പെടുത്തിയിട്ടുള്ളതായാണ് സൂചന. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. വീണ്ടും സ്വാഗതം. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രധാന പ്രതി സിന്ധു എന്ന സ്റ്റോയ്സിയെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. കൂടുതൽ പ്രതികളെക്കുറിച്ച് ഇവരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. നമുക്ക് കേസ് എടുത്തിട്ട് ഏകദേശം ഒരു 10 ദിവസമായിട്ടുണ്ട്. 3 പ്രതികൾ കിട്ടിയിട്ടുണ്ട്. വിദേശാന്വേഷണം കൃത്യമായിട്ട് നമുക്ക് ചെയ്യാം. സിന്ധു ഇങ്ങോട്ട് വരട്ടെ, പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ നേരത്തെ ഓർഗനൈസ്ഡ് ക്രൈമും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു കാര്യങ്ങളും പിന്നെ മറ്റേ ആർഗൺ ട്രേഡ് കേസിൽ തന്നെ നോക്കിയാൽ അറിയും. അതായത് അവരുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഒരാള് മറ്റേ സ്പാവാണ്, ഒരാൾ മെഡിക്കൽ ഷോപ്പാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ജോലി, അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ തന്നെ സ്വന്തം ചെറിയ കച്ചവടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അത് നടത്തിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഏതൊരു ഓർഗനൈസ്ഡ് ക്രൈം ഇതുപോലെ റാക്കറ്റിൽ നോക്കിയാൽ ഒരു വിക്ടിം അല്ലെങ്കിൽ ഒരു വാളണ്ടിയേഴ്സ് ഉള്ള കണ്ടെത്താനുള്ളതിൽ ഒരു ലാർജ് നെറ്റ്വർക്ക് ഉണ്ടാകും. ഇതിൽ നമുക്ക് നോക്കാം. ഇത് വേറെ 2 കേസേ വന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കേസിൽ അറസ്റ്റിലായ അലീനയും മഞ്ജുമയും റിമാൻഡിലാണ്. അതേസമയം അലീന പരാതിക്കാരിയെ ഗുണ്ടാബന്ധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം കൂടി പുറത്തു വന്നു. ചേച്ചി കൂടെ നിന്നിട്ടുള്ള ഈ എന്ത് തേങ്ങയാവട്ടെ, ഒരു കേസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നമുക്കോ എനിക്കോ ഇപ്പൊ ഇക്കായാലും എന്ത് പണി എന്തായാലും കള്ളത്തനവും ഉടായ്പൊക്കെ കാണിച്ചാലും നമ്മൾ തിരിച്ചു കൊടുക്കും. അത് ഞാൻ ചിലപ്പോൾ വിടുമായിരിക്കും, പക്ഷെ അയാള് തരും. അതൊന്ന് ആലോചിച്ച് വെച്ചേക്ക്. ഡാനി പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. സിന്ധുവിൽ നിന്നും ഒരുപാട് നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസും പ്രതീക്ഷിക്കുന്നത്. കേരളം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വളരെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത്. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റിംഗ് നടത്തുന്നു, പലർക്കായി കാഴ്ചവെക്കുന്നു, വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. സിന്ധുവിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ആ മൊഴിയിൽ, ഏറ്റവും നിർണായകമായ മൊഴിയിൽ വലിയ വലിയ വമ്പന്മാർ കുടുങ്ങുന്നൊരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി മുഖ്യപ്രതിയായി സംശയിക്കുന്നത് സിന്ധുവിനെയാണ്. സിന്ധു സ്റ്റോയ്സ് എന്നാണ് അവരുടെ പേര്, സിന്ധു എന്ന വിളിപ്പേരാണ്. അവരെ കൊച്ചിയിലേക്ക് വൈകിട്ടോടുകൂടി എത്തിക്കും. ഇതിനുശേഷം ഇവരൊരു ചോദ്യം ചെയ്യൽ വിശദമായി നടക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞതുപോലെ ഇത് ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഇവർ ഒറ്റയ്ക്ക് മാത്രമാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇവർക്ക് ഈ മോഡലിംഗ് രംഗത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ അവിടെ ഒരു അവസരം നോക്കിയിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇവരുടെ ഈ ശൃംഖലയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഇവരിലേക്ക് ജോലി അപേക്ഷിച്ചെത്തുമ്പോൾ അവർക്കുള്ള വിസ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് അത് പ്രോസസ്സ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ അത് ഏകോപനം നടത്തുക എന്നതെല്ലാമാണ് സിന്ധു ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായും സിന്ധുവിനും മുകളിൽ ഒരാളുണ്ടായിരിക്കാം. സിന്ധുവിൽ മാത്രം വിരിഞ്ഞ ഒരു ബുദ്ധി ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു കുതന്ത്രമൊന്നും ആയിരിക്കില്ല, വേറെ ആരെങ്കിലും ഇതിൻ്റെ പിറകിലുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. കാരണം ഒരു വിദേശ രാജ്യത്ത് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ അവിടെ അവർക്ക് ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാകാം. 2 പേരെ കൂടി അവിടെ നിന്ന് പിടികിട്ടാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അവരെ 2 പേരെ കൂടി നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇവർ ആരെല്ലാമാണ്, അവരുടെ ബന്ധങ്ങൾ എന്താണ്, ഇതെല്ലാം അറിയേണ്ടത് ഇനി സിന്ധുവിൽ നിന്നാണ്. കാരണം സിന്ധുവിലൂടെ മാത്രമേ അത്തരം ഒരു ആളുകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. അതുകൊണ്ട് സിന്ധുവിൻ്റെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ അറസ്റ്റിലായവരിൽ ഈ സിന്ധുവാണ് ഇതിൽ വളരെ ഒരു ഇവരുടെ എല്ലാം ഇടതയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ പറയാൻ കഴിയുക. ഈ സിന്ധുവിലൂടെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവരുടെ ചോദ്യം ചെയ്യൽ വളരെ നിർണായകം തന്നെയാണ്. ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്നത് പോലീസ് പറയുന്നത് ഈ ഇൻസ്റ്റാ റീലുകളിലൂടെയും മറ്റും പലരെയും തന്നെ ആകർഷിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മോഡലിംഗ് രംഗമെല്ലാം തന്നെ വളരെ തിരക്ക് പിടിച്ച ഒരു സാധ്യതകളുള്ള ഒരിടമായിട്ടാണ് പലരും തന്നെ കാണുന്നത്. അതങ്ങനെ തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുമുണ്ട്, അല്ലാതെയും ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. അപ്പോൾ
ഇവർ മറ്റ് പല ലക്ഷ്യങ്ങളോടുകൂടിയായിരുന്നു ഇത്തരം റീലുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിരുന്നതെന്നാണ് പോലീസ് ഭാഷ്യം. അങ്ങനെയാണ് പലരും തന്നെ ഇതിൽ കുടുങ്ങിയതെന്ന് ഈ പരാതിക്കാരി ഉൾപ്പെടെയുള്ളവർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. അവരെ അവിടേക്ക് എത്തിച്ചതിനു ശേഷം മയക്കുമരുന്ന് നൽകിയും ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും പിന്നീട് അത് ചിത്രീകരിക്കുകയും അവരെ അവിടെ തുടരാൻ തന്നെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവർ ബന്ധുക്കൾക്കായി വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ രീതിയിലെല്ലാമായിരുന്നു ഇവരുടെ പ്രവർത്തനം. പക്ഷേ ഈ പരാതിയിൽ പറയുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വശം, അവിടെ ഇവർ ചെല്ലുമ്പോൾ മറ്റു പലരും ഉണ്ടായിരുന്നു, മറ്റു പല പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇവർ തിരികെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരുമ്പോൾ അവരെക്കുറിച്ച് മറ്റു വിവരങ്ങളില്ല. അവരെവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒരുപക്ഷെ അവരെ അപായപ്പെട്ടിരിക്കാം എന്ന സാധ്യത കൂടി അവരുടെ പരാതിയിൽ പറയുന്നുണ്ട്. അത് വളരെ ശ്രദ്ധയോടെ അന്വേഷണം നടത്തേണ്ട ഒരു ഭാഗം തന്നെയാണ്. ഏതായാലും അത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഒപ്പം തന്നെയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ഒരു ഗുണ്ടാ ബന്ധങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നുണ്ട്. ഇവർക്ക് കൂടുതൽ അടുപ്പം, ഈ അലീനയ്ക്ക് കൂടുതൽ പരിചിതമായ ഒരു ഗുണ്ടാ സംഘങ്ങളുണ്ട്. അവർ മുഖേന ഇവരെ ഭീഷണിപ്പെടുത്തി, പരാതിക്കാരി അടക്കം ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് തങ്ങളുടെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് പരാതി നൽകിയാൽ അത് കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടാൻ തങ്ങൾക്ക് കഴിയുമെന്നതടക്കം അവർ ശബ്ദ സന്ദേശങ്ങളായിട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ തുടക്കത്തിൽ പരാതിക്കാർ ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അവരെയും ഇതേപോലെ അടിച്ചമർത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നെക്സസിൽ ഗുണ്ടാ സംഘങ്ങൾ കൂടി വരുന്നോ എന്ന രീതിയിലും പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് ഈ ഒരു പശ്ചാത്തലം കൂടി, ഈ ഒരു പരിസരം കൂടി തങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നത് പറയുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം കൂടുതൽ പരിശോധനകളിലേക്ക് വരുന്നു. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സിന്ധുവിനെ ചോദ്യം ചെയ്യുക. ഇതിൽ ഈ വിപുലമാണ് ഈ ഒരു റാക്കറ്റ് എന്നത് പോലീസിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഇരകളുണ്ടോ എന്നതാണ് ആശങ്കയുണർത്തുന്ന ആ ചോദ്യം. ഇപ്പോൾ പരാതി പുറത്തു പറയാൻ തയ്യാറായവർ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ്. പരാതിപ്പെടാൻ പറ്റാത്ത മാനസികാവസ്ഥയിലേക്ക് തള്ളപ്പെട്ടു പോയവർ ഒരുപക്ഷെ ഉണ്ടാകാം. ഒരുപക്ഷെ ഇവിടെ മാത്രമല്ലാതെ വിദേശത്തും ആ രീതിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടാകാം. അപ്പോൾ ഇത്തരം ആളുകളെ അതിലേക്ക് പരാതി നൽകാൻ കഴിയുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ പരാതിക്കാർക്ക് കഴിയുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ എത്തിക്കേണ്ടതുണ്ട്. പോലീസിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. കൊച്ചി DCP അശ്വതി ജിജിയാണ് ഈ കേസിന് മേൽനോട്ടം വഹിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ സിന്ധുവിനെ എത്തിച്ച ശേഷം ഉണ്ടാകും. അല്ല ഡാനി, അത് തന്നെയാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കൂടുതൽ ഇരകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കൂടുതൽ പരാതികളുമായിട്ട് രംഗത്ത് വരുമോ? ഇവരൊക്കെ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും പോകുന്നത്. പലർക്കും പുറത്ത് പറയാനുള്ള പേടി. കാരണം ഇപ്പോൾ തന്നെ ഈ ഭീഷണി സന്ദേശത്തിൽ തന്നെ ഈ ഗുണ്ടയുടെ പേരുപയോഗിച്ച് പറയുക, ഞങ്ങളെ ചതിക്കുന്നത് ഓർത്തിട്ട് വേണമെന്നുള്ള ഭീഷണികൾ ഉൾപ്പെടെ കൊണ്ടുവരുമ്പോൾ ഇതാണ് നടക്കുന്നത്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് ജീവൻ തന്നെ ഇല്ലാതാക്കുമെന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ കൂടി പുറത്തു വരുമ്പോൾ ഈ റാക്കറ്റിലേക്ക് നീളുന്ന ആളുകൾ അത് ഭയങ്കര പേടിപ്പെടുത്തുന്നതാണ്. കാരണം ഇവർ ഒന്നാമത് ഈ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ അവരൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഈ വീഡിയോ തന്നെ ഭയങ്കര വൈറലായിരുന്നു. ഇതിലൂടെ പോയ ഒരുപാട് പേരുണ്ടാകാം. കൂടുതൽ ഇരകളിലേക്ക് തന്നെ നീങ്ങുന്ന രീതിയിലേക്ക് തന്നെയാണോ പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത്? നിലവിൽ അത് തന്നെയാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയിക്കുന്നത് ഒരുപക്ഷെ മോഡലിംഗ് അല്ലാതെയും ഇവർ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പലർക്കും അവിടെ ഏതെങ്കിലും ഒരു ജോലിയിൽ എന്നെല്ലാം തന്നെ പറഞ്ഞ് സമീപിച്ചവരുണ്ട്. അവരും ഇതുപോലെ പെട്ടിട്ടുണ്ടാകാമെന്ന് തന്നെ പോലീസ് കരുതുന്നുണ്ട്. അത് ഈ പരാതിയിൽ നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അങ്ങനെ കരുതുന്നത്. വീട്ടമ്മമാരുൾപ്പെടെയുള്ളവർ ഇതിൽ പെട്ടിട്ടുണ്ടാകാം. അതിനുള്ളൊരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അപ്പോൾ വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ ചുരുക്കം പരാതിക്കാർ മാത്രമാണ് പോലീസിനെ സമീപിച്ചിട്ടുള്ളത് എന്നാണ്. ഒന്നോ രണ്ടോ പരാതിക്കാർ, 3 പേരാണ് ആ പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് ഈ പരാതിക്കാർ തന്നെ പറയുന്നുണ്ട്. തങ്ങൾ അവിടെ അതിനും കൂടുതൽ ആളുകളെ കണ്ടിട്ടുണ്ട്. പലർക്കും കാര്യങ്ങൾ പുറത്തു പറയാൻ പേടിയാണ്. വലിയൊരു സംഘമാണ് ഇതിന് പിറകിലുള്ളത്. അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങൾ പുറത്ത് എത്തിക്കണമെന്നുണ്ടായിരുന്നു. അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. മറ്റുള്ളവർക്ക് രക്ഷപ്പെടാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലാണ് എന്നതെല്ലാമാണ് പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വയ്ക്കുന്നതും ഇതിലെല്ലാം വെളിച്ചം വീശുന്നതും ഇതിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പരാതിയുമായി വരുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഇവരുടെ ഗുണ്ടാബന്ധങ്ങൾ മാത്രമല്ല, അവർക്ക് പല ഉദ്യോഗസ്ഥരായും അടക്കം അവർക്ക് അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് പരാതി നൽകിയാൽ തങ്ങൾ ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന രീതിയിലേക്ക് അവരെല്ലാവരെയും നിശബ്ദരാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അതൊരു വലിയ കേസായിട്ട് മാറുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ടിടപെടുന്നു. DCP തന്നെ ഒരു അന്വേഷണ സംഘത്തിൻ്റെ ചുമതല
മേഖലയിലേക്ക് വരുന്നു. അപ്പോൾ വൈകാതെ കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ പുതിയ ചോദ്യം ചെയ്യൽ, സിന്ധുവിനെ അടക്കം ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ പേരുകളിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം അതുണ്ടാക്കും എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത്. യെസ്, സിന്ധുവിനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും കൂടുതൽ ആളുകളിലേക്ക്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഇത് സിന്ധുവിനെ മാത്രമല്ല, അല്ലെങ്കിൽ ഇത് 3 സ്ത്രീകൾ മാത്രമല്ല, ഇതിന് പിന്നിൽ വേറൊരു വലിയ ഗ്യാങ് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോലീസും വിശ്വസിക്കുന്ന ഒരു സാഹചര്യം. പരാതികൾ 3 പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കൂടുതൽ പരാതികൾ ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് ധാരണയില്ല. പക്ഷേ ഡാനി, ഈ പരാതികൾ വന്ന് പോലീസിനോട് ഇവർ പരാതിക്കാർ പറയുമ്പോൾ പോലും വലിയ മാനസിക സംഘർഷത്തിലൂടെ തന്നെയാണ് അവരും പോകുന്നത്. സ്വാഭാവികമായിട്ടും ജോലി വാഗ്ദാനം ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ പെൺവാണിഭത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇട്ടുകൊടുക്കുക, ലഹരി ഉപയോഗിച്ച് ഇട്ടുകൊടുക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മാനസിക സംഘർഷം ഒന്നുണ്ട്. മറ്റൊന്ന്, പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൂടുതലായി ഇവർ ഇതിനകത്ത് പെട്ടുപോയി, ഈ ട്രാപ്പാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും അതിൽ നിന്നും വിട്ടുപോരാൻ പറ്റാത്ത രീതിയിലേക്ക് അവർ അത്രയ്ക്ക് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ പരാതിയിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? എന്തൊക്കെ ക്രൂരകൃത്യങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായിട്ടാണ് പരാതിക്കാർ സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പറയുന്നതാണ്, ഈ പരാതിയിലെ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ പറയുന്നതാണ്. അവരവിടെ പെട്ടുപോയവരാണ്, അവർക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്, അവർക്ക് മയക്കുമരുന്ന് നൽകിയാണ് അവിടെ പീഡിപ്പിക്കുന്നത്, അവരുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്, ചിലപ്പോഴെല്ലാം തന്നെ അവരെ മർദ്ദിക്കുന്നുണ്ട്, അവർക്ക് പുറത്തു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് തീർത്തും ഒരു സാധ്യമല്ലാത്ത രീതിയിലേക്ക് ഓരോരുത്തർക്ക് തോന്നപ്പെടുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പരാതി പോലും, ആ പരാതിക്കാരി പോലും അവിടുന്ന് ഒരു ബന്ധുവിൻ്റെ സഹായത്തോടു കൂടി അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ നെക്സസ് ആണ്. കാരണം ഒരു വിദേശ രാജ്യത്ത് ഇങ്ങനെ ഒരു മുറികളിൽ അടക്കപ്പെട്ട, ഹോട്ടൽ മുറികളിൽ അടക്കപ്പെട്ടവരായിട്ട് അവർ പോകുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് മറ്റൊരു ലോകവുമായിട്ട് ബന്ധമില്ല. ഉള്ളതെല്ലാം തന്നെ അവരെ ഈ രീതിയിൽ അവരെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ്. അതുതന്നെ ബന്ധുക്കൾക്ക് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ അവർ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ബന്ധുക്കൾക്കിടയിൽ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലേക്ക് അവർക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവർ ബന്ധുക്കളോട് ഇതിനെല്ലാം ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. നിങ്ങളിങ്ങനെ മോശപ്പെട്ടൊരു സാഹചര്യത്തിലാണോ അവിടെ കഴിയുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് അവരുത്തരം പറയേണ്ടി വരുന്നു. ഇവരെ ആർക്കും തന്നെ വിശ്വാസമില്ലാത്ത ആ സാഹചര്യത്തിലേക്ക് വരുന്നു. അങ്ങനെ മാനസികമായും കൂടി അവർ തകർക്കപ്പെടുകയാണ്. അതിനെ അതിജീവിച്ചു കൊണ്ടുവേണം ഇവർക്ക് പുറത്തേക്ക് വരാനായിട്ട്. അതിനെ ഒരു കരുത്തും താങ്ങുമുള്ളവർക്ക് മാത്രമേ അതിലൂടെ പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വന്നവരൊരു പരാതിയാണ് ഇപ്പോൾ പോലീസിന് മുന്നിലുള്ളത്. അങ്ങനെ വരാൻ കഴിയാത്ത നിരവധി പേരുണ്ട് എന്നതാണ് ഈ പരാതിക്കാർ പറയുന്നത്. ഏതായാലും അവരിലേക്ക് കൂടി അന്വേഷണമല്ല, അവരെ കൂടി തേടി ചെല്ലേണ്ട ഒരു ദൗത്യം ഈ അന്വേഷണ സംഘത്തിനുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്നാണ് പറയുന്നത്. പോലീസ് പറയുന്നതനുസരിച്ച് ആർക്കും ഇതുമായി ബന്ധപ്പെട്ട ആർക്കും പരാതികളുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. അവരുടെ ഐഡൻറ്റിറ്റി തങ്ങളത് രഹസ്യമായിട്ട് തന്നെ പൂർണ്ണമായും തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീർച്ചയായും മുന്നോട്ട് വന്നത് ഇവർക്കെതിരെ, ഈ ഒരു സംഘത്തിനെതിരെ ഇപ്പം നിങ്ങൾക്ക് ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് മാധ്യമങ്ങളിലൂടെ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും പോലീസുമായി ബന്ധപ്പെടണം എന്ന് തന്നെയാണ് ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ഇതാണ് സാഹചര്യം. എന്തായാലും സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലേക്ക് എത്തിക്കും. കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് പോലീസും നീങ്ങുന്നത്. നീനയും മഞ്ജുമയും റിമാൻഡിൽ തുടരുകയാണ്. സിന്ധുവിൽ നിന്നും കൂടുതൽ ഇത് ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന കൃത്യമായ നിരീക്ഷണത്തോടുകൂടി തന്നെയായിരിക്കും പോലീസിൻ്റെ നീക്കങ്ങളും ഉണ്ടാവുക. 3 പരാതികളാണ് എത്തിയിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് ഇരയായ ആളുകൾ ഉണ്ടെങ്കിൽ പരാതിയുമായി രംഗത്ത് വരുമോ ഇല്ലയോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഇത്രയധികം മാനസിക സംഘർഷത്തിലൂടെ പോയവർ, ജോലി വാഗ്ദാനം ചെയ്ത് അവർ നേരിടേണ്ടി വന്ന ക്രൂരകൃത്യങ്ങൾ അത് തന്നെയാണ്. ദുബായിൽ എത്തിയതിനു പിന്നാലെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി ലഹരി നൽകിയെന്നും അബോധാവസ്ഥയിലാക്കിയ ശേഷം ഒരു ബലാത്സംഗത്തിന് ഇരയാക്കിയതായും ഒരു യുവതി വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയും വലിയൊരു സെക്സ് റാക്കറ്റ് കേസാണ് ഇത്. അതിൻ്റെ കൂടെ അലീനയുടെ ഭീഷണി സന്ദേശം പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഗുണ്ടാ നേതാവിൻ്റെ പേര് പറഞ്ഞ് പണി തരുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോയും കൂടി പുറത്തു വന്നു. എന്തായാലും സിന്ധുവിനെ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.